ഹായ് മക്കളെ, നമസ്കാരം. നമ്മുടെ യൂണിറ്റ് 4-ലെ 2ാമത്തെ ചാപ്റ്റർ ഉണ്ടായിരുന്നു അനുകമ്പ എന്നുള്ള പാഠഭാഗം. ആരുടെ പാഠഭാഗമാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠഭാഗമാണ്. ശ്രീനാരായണ ഗുരു ആരായിരുന്നു? കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളായിരുന്നു ആര്? ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ആര്? നമ്മുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളാണ് ശ്രീനാരായണ ഗുരു. ആരാണ്? ശ്രീനാരായണ ഗുരു. ആ ശ്രീനാരായണ ഗുരുവിൻ്റെ പാഠഭാഗമാണ് അനുകമ്പ എന്നുള്ള പാഠഭാഗം. അനുകമ്പ ദയ എന്ന് തന്നെയാണ് അർത്ഥം. ഭൂമിയിലുള്ള സകല ജീവജാലങ്ങളോടും, മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളോടും അനുകമ്പയുള്ളവരായി തീരണം എന്ന് നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് ഈ അനുകമ്പ എന്നുള്ള പാഠഭാഗം. മനുഷ്യനെ മനുഷ്യനാക്കുന്നത് ഉള്ളിൽ സ്നേഹവും ദയയും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ വെറും മരുഭൂമി പോലെ ആയിത്തീരുന്നു എന്ന സന്ദേശം കൂടി നമ്മളിലേക്ക് പങ്കുവെക്കുന്ന ഒരു പാഠഭാഗമാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ എന്നുള്ള പാഠഭാഗം. നമുക്ക് നോക്കാം. ശ്രീനാരായണ ഗുരു കേരളീയ നവോത്ഥാന പ്രസ്ഥാന നേതാക്കളിൽ പ്രധാനിയാണ് ശ്രീനാരായണ ഗുരു. സന്യാസിയും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. വിദ്യാലയങ്ങളും ക്ഷേത്രങ്ങളും സ്ഥാപിച്ച് സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരു പ്രവർത്തിച്ചു. 1856 തിരുവനന്തപുരത്താണ് ശ്രീനാരായണ ഗുരു ജനിച്ചത്. 1928 ഇദ്ദേഹം സമാധിയായി. 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് തുടക്കം കുറിച്ചു. 1888 അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠയിലൂടെ സാമൂഹിക പരിവർത്തനത്തിന് നാന്ദി കുറിച്ചു. ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, അദ്വൈത ദീപിക മുതലായ ദാർശനിക കൃതികളും പ്രബോധന കൃതികൾ, സ്തോത്രകൃതികൾ, തർജ്ജമകൾ മുതലായവും അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കി വെക്കുക. ചോദ്യോത്തരത്തിനകത്ത് നമുക്ക് എഴുതാനുള്ള ഒരുപാട് ഇടങ്ങളുണ്ട്. ഇനി പാഠസംഗ്രഹത്തിലേക്ക് വരാം. 1914 ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് അനുകമ്പ ദശകം. 1914 ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് അനുകമ്പ ദശകം. സകല ജീവികളോടും അനുകമ്പ കാണിക്കുന്നത് മഹത്തായ ഗുണമാണെന്നും അതിനാൽ നാം ഓരോരുത്തരും അനുകമ്പാശീലരായിരിക്കണമെന്നും ഗുരു നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. ഉറുമ്പിന് പോലും ഒരു ഉപദ്രവവും വരുത്തരുതെന്ന വിചാരമുളവാക്കുന്ന അനുകമ്പയും ഈശ്വര ചിന്തയും എപ്പോഴും എന്നിൽ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെയാണ് അനുകമ്പാ ദശകം ആരംഭിക്കുന്നത്. ഉറുമ്പിന് പോലും ഒരു ഉപദ്രവവും വരുത്തരുതെന്ന വിചാരമുളവാക്കുന്ന അനുകമ്പയും ഈശ്വര ചിന്തയും എപ്പോഴും എന്നിൽ ഉണ്ടാകണമെന്ന പ്രാർത്ഥനയോടെയാണ് അനുകമ്പാ ദശകം ആരംഭിക്കുന്നത്. അജ്ഞത കൊണ്ടാണ് ആളുകൾ അനുകമ്പയില്ലാതെ പ്രവർത്തിക്കുന്നത്. അനുകമ്പ ഇല്ലാതാകുന്നത് എന്തുകൊണ്ടാണ്? അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അങ്ങനെ ദുഃഖങ്ങളും എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. എന്നാൽ യഥാർത്ഥ ജ്ഞാനം അനുകമ്പയിലേക്കും ആനന്ദത്തിലേക്കും നയിക്കുന്നു. അരുൾ, അൻപ്, അനുകമ്പ ഇവ മൂന്നിൻ്റെയും തത്വം ഒന്ന് തന്നെയാണ്. അരുള്, അൻപ്, അനുകമ്പ ഇവ മൂന്നിൻ്റെയും തത്വം ഒന്ന് തന്നെയാണ്. ഇത് ജീവികളെ സംസാര സാഗരത്തിൻ്റെ മറുകരയെത്തിക്കുന്നു. അരുളുള്ളവനാണ് ജീവി, മനസ്സിനകത്ത് കരുണയുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം നോക്കിക്കേ. 1, 2, 3, 4, 5, 6, 7, 8, 9 നവം 9. അരുളുള്ളവനാണ് ജീവി എന്ന 9 അക്ഷരമുള്ള മന്ത്രം എപ്പോഴെന്ത് ചെയ്യുക? ജപിക്കുക. ഇങ്ങനെ ഉരുവിടുന്നതിലൂടെ നാം അനുകമ്പയുള്ളവരായി തീരുന്നു എന്ന് പാഠഭാഗത്ത് ആര് പറയുന്നു? ശ്രീനാരായണ ഗുരു പറയുന്നു. ഇനി മനസ്സിനകത്ത് കരുണയില്ലാത്തവൻ എങ്ങനെയാണ്? കാരുണ്യമില്ലാത്ത മനുഷ്യൻ അസ്ഥി, തോല്, സിര എന്നിവ കൊണ്ട് നിർമ്മിച്ച നാറുന്ന ശരീരം മാത്രമാണ്. കാരുണ്യമില്ലാത്ത മനുഷ്യൻ അസ്ഥി, തോല്, സിര എന്നിവ കൊണ്ട് നിർമ്മിച്ച നാറുന്ന ശരീരം മാത്രമാണ്. മാനുഷിക ഗുണമായ കാരുണ്യമുള്ളവരെ മാത്രമേ മനുഷ്യനായി കരുതാൻ സാധിക്കൂ. മാനുഷിക ഗുണമായ കാരുണ്യം ഉള്ളവരെ മാത്രമേ മനുഷ്യനായി കരുതാൻ സാധിക്കൂ.
സാധിക്കൂ. അല്ലാത്തവരുടെ ജീവിതം മരുഭൂമിയിലെ ആർക്കും പ്രയോജനമില്ലാത്ത നീരുറവ പോലെയും കായോ മണമോ നൽകാത്ത പൂക്കൾ പോലെയും വ്യർത്ഥമാണ് എന്നാണ് ഗുരു പറയുന്നത്. അങ്ങനെ കാരുണ്യമില്ലാത്തവരുടെ ജീവിതം മരുഭൂമിയിലെ ആർക്കും പ്രയോജനമില്ലാത്ത നീരുറവ പോലെയും കായോ മണമോ നൽകാത്ത പൂക്കൾ പോലെയും വ്യർത്ഥമാണ് എന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. സെറ്റാണല്ലോ. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ വരിക. പാഠസംഗ്രഹം നമ്മൾ അവിടെ കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി കേട്ടു നോക്കുക. ആദ്യത്തെ ചോദ്യം, അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? എല്ലാ ജീവികളോടും അനുകമ്പ പുലർത്തണമെന്ന് ഉപദേശിക്കുന്ന 10 ശ്ലോകങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിലുള്ളത്. എല്ലാ ജീവികളോടും അനുകമ്പ പുലർത്തണമെന്ന് ഉപദേശിക്കുന്ന 10 ശ്ലോകങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിലുള്ളത്. ഒരാൾ മനുഷ്യനാകണമെങ്കിൽ അയാളിൽ ചില ഗുണഗണങ്ങൾ ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നു. ഒരാൾ മനുഷ്യനാകണമെങ്കിൽ അയാളിൽ ചില ഗുണഗണങ്ങൾ ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നു. ഒരുവനിലെ അനുകമ്പ അഥവാ അരുളാണ് അവനെ മനുഷ്യനാക്കുന്നത്. അരുൾ, അൻപ്, അനുകമ്പ ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. അരുൾ അഥവാ കാരുണ്യമുണ്ടെങ്കിൽ അവിടെ ആനന്ദമുണ്ടാകും. മനസ്സിലെ അജ്ഞതയാണ് പലപ്പോഴും സ്നേഹമില്ലായ്മക്കും മറ്റെല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം നാം എപ്പോഴും ഉരുവിടണമെന്നും അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്നും ഗുരു പറയുന്നു. അരുളില്ലാത്ത മനുഷ്യൻ മരുഭൂമിയിലെ നീരുറവ പോലെയും കായോ മണമോ ഇല്ലാത്ത പൂവ് പോലെയും ആർക്കും ഉപകാരമില്ലാത്തവരായി ജീവിക്കുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ളവർ അസ്ഥിയും തോലും സിരയും മാത്രമുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ്. അതുകൊണ്ട് അനുകമ്പയുള്ള നല്ല മനുഷ്യരായി ജീവിക്കണമെന്നാണ് ഗുരു പറയുന്നത്. സെറ്റാണല്ലോ. നോക്കുക, എന്താണ് അരുളുള്ളവനാണ് ജീവി എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്താണ്? എല്ലാ ജീവികളോടും അനുകമ്പ പുലർത്തണമെന്ന് ഉപദേശിക്കുന്ന 10 ശ്ലോകങ്ങളാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പാ ദശകത്തിലുള്ളത്. ഒരാൾ മനുഷ്യനാകണമെങ്കിൽ അയാളിൽ ചില ഗുണഗണങ്ങൾ ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നു. ഒരുവനിലെ അനുകമ്പ അഥവാ അരുളാണ് അവനെ മനുഷ്യനാക്കുന്നത്. അരുൾ, അൻപ്, അനുകമ്പ ഇവയെല്ലാം ഒന്ന് തന്നെയാണ്. അരുൾ അഥവാ കാരുണ്യമുണ്ടെങ്കിൽ അവിടെ ആനന്ദമുണ്ടാകും. മനസ്സിലെ അജ്ഞതയാണ് പലപ്പോഴും സ്നേഹമില്ലായ്മയ്ക്കും മറ്റെല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം നാം എപ്പോഴും ഉരുവിടണമെന്നും അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ നമുക്ക് കഴിയില്ലെന്നും ഗുരു പറയുന്നു. അരുളില്ലാത്ത മനുഷ്യൻ മരുഭൂമിയിലെ നീരുറവ പോലെയും കായോ മണമോ ഇല്ലാത്ത പൂവ് പോലെയും ആർക്കും ഉപകാരമില്ലാത്തവരായി ജീവിക്കുന്നു. മാത്രമല്ല ഇങ്ങനെയുള്ളവർ അസ്ഥിയും തോലും സിരയും മാത്രമുള്ള നാറുന്ന ഒരു ശരീരം മാത്രമാണ്. അതുകൊണ്ട് അനുകമ്പയുള്ള നല്ല മനുഷ്യരായി ജീവിക്കണമെന്നാണ് ശ്രീനാരായണ ഗുരു പറയുന്നത്. സെറ്റാണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അനുകമ്പ എന്ന മാനുഷിക മൂല്യത്തെക്കുറിച്ച് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? അനുകമ്പ എന്ന മാനുഷിക മൂല്യത്തെക്കുറിച്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? നോക്കുക, പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും അനുകമ്പ കാണിക്കണമെന്ന മഹത്തായ ആശയമാണ് അനുകമ്പാ ദശകത്തിലൂടെ ഗുരു നൽകുന്നത്. ഈശ്വര ചിന്തയോടൊപ്പം ഉറുമ്പിനു പോലും ഒരു ഉപദ്രവവും വരുത്താനിടയാകരുതെന്ന അനുകമ്പയും എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നു. അനുകമ്പയുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ടാകുന്നു. സ്നേഹമില്ലാത്തിടത്ത് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നു. അരുള്, അൻപ്, അനുകമ്പ ഇവയെല്ലാം ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഇവ തന്നെയാണ് മനുഷ്യരെ സംസാര സാഗരം കടന്നു പോകാൻ പ്രാപ്തനാക്കുന്നതും. അതിനാലാണ് അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം നാം എപ്പോഴും ഉരുവിടണം എന്ന് ഗുരു പറയുന്നത്. അനുകമ്പയില്ലാത്ത മനുഷ്യൻ്റെ ജീവിതം മരുഭൂമിയിലെ നീരുറവ പോലെയും കായോ മണമോ നൽകാത്ത പൂവ് പോലെയും വ്യർത്ഥമാണ്. ഓർത്തു വെക്കുക. ഒബ്ജക്റ്റീവ് ടൈപ്പിലേക്ക് ചോദിക്കും. അനുകമ്പയില്ലാത്ത മനുഷ്യൻ്റെ ജീവിതം ഏതുപോലെയാണ്? മരുഭൂമിയിലെ നീരുറവ പോലെയും കായോ മണമോ നൽകാത്ത പൂവ് പോലെയും വ്യർത്ഥമാണ്. അവൻ വെറും അസ്ഥിയും സിരയും തോലും മാത്രമുള്ള നാറുന്ന ശരീരത്തിന് തുല്യമാണ്. അതിനാൽ അനുകമ്പയുണ്ടെങ്കിൽ മാത്രമേ അവനെ മനുഷ്യനായി കാണാനാകൂ എന്നാണ് ഗുരു പറയുന്നത്. സെറ്റാണല്ലോ. നോക്കുക, അനുകമ്പ എന്ന മാനുഷിക മൂല്യത്തെക്കുറിച്ച് ഗുരുവിൻ്റെ കാഴ്ചപ്പാട് എന്താണ് പറയുന്നത്?
എന്താ പറയുന്നത്, അനുകമ്പ എന്ന പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളോടും അനുകമ്പ കാണിക്കണമെന്ന മഹത്തായ ആശയമാണ് അനുകമ്പാ ദശകത്തിലൂടെ ഗുരു നൽകുന്നത്. ഈശ്വര ചിന്തയോടൊപ്പം ഉറുമ്പിന് പോലും ഒരു ഉപദ്രവവും വരുത്താനിടയാകരുതെന്ന അനുകമ്പയും എല്ലാവരിലും ഉണ്ടാകണമെന്ന് ഗുരു പറയുന്നു. അനുകമ്പയുണ്ടെങ്കിൽ അവിടെ സ്നേഹമുണ്ടാകുന്നു, സ്നേഹമില്ലാത്തിടത്ത് പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകുന്നു. അരുള്, അൻപ്, അനുകമ്പ ഇവയെല്ലാം ഫലത്തിൽ ഒന്ന് തന്നെയാണ്. ഇവ തന്നെയാണ് മനുഷ്യരെ സംസാരസാഗരം കടന്നു പോകാൻ പ്രാപ്തനാക്കുന്നതും. അതിനാലാണ് അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷര മന്ത്രം നാം എപ്പോഴും ഉരുവിടണമെന്ന് ഗുരു പറയുന്നത്. അനുകമ്പയില്ലാത്ത മനുഷ്യന്റെ ജീവിതം മരുഭൂമിയിലെ നീരുറവ പോലെയും കായോ മണമോ നൽകാത്ത പൂവ് പോലെയും വ്യർത്ഥമാണ്. അവൻ വെറും അസ്ഥിയും സിരയും തോലും മാത്രമുള്ള നാറുന്ന ശരീരത്തിന് തുല്യമാണ്. അതിനാൽ അനുകമ്പയുണ്ടെങ്കിൽ മാത്രമേ അവനെ മനുഷ്യനായി കാണാനാകൂ എന്നാണ് ഗുരു പറയുന്നത്. സെറ്റാണല്ലോ? പാഠഭാഗം വായിക്കുക, സമ്മറി കേൾക്കുക, ചോദ്യോത്തരം സെറ്റാക്കിക്കൊള്ളുക. ഓക്കെ, അടുത്ത ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മാഷ് വരുന്നുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എന്ത് ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, താങ്ക് യു.